നീ എവിടെയാ? ഇവര് പറയുന്ന ശ്രീനി എന്ന് പറയുന്ന ആളെ നിനക്കറിയോ? എനിക്കാരെ അറിയില്ല, ഇവരാരെ അറിയില്ല. അടുത്ത വീട്ടിലെ മഹേഷിനോടൊന്ന് ചോദിച്ചേ. എന്ത് രസമല്ലടാ, അവൻ കണക്കിൽ പാസ്സാവുമായിരിക്കും അല്ലേ? ഡിസ്റ്റിങ്ഷൻ വാങ്ങാൻ വഴിയുണ്ടടാ. നിനക്കെങ്ങനെ അറിയാടാ? ചില ആൻസർ ഫേസ് നോക്കിയും നടക്കുന്ന നോക്കിയും പറയാൻ പറ്റും. മഹേഷേട്ടാ, മഹേഷേട്ടാ, എന്റെ അമ്മോ, എന്തൊരു ഗ്ലാമറായത്. സോറി, പഴയ എസ്ഐയുടെ കെട്ടികളാണെന്നുള്ള ആ ഓർമ്മയില്. What can I do for you? മഹേഷേ, സാറേ, സാറേ, സാറ് ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ഏത് പേരാ സാറേ? ശ്രീനി. ഓ, ശ്രീനിയോ? ആ ഉണ്ട് സാറേ, ഫ്രാഡ് ശ്രീനി. ആ സാറേ, ഗൂഗിളില് ഫ്രാഡ് നടിച്ച അവന്റെ പേര് ആദ്യം വരുന്നത്. എന്താ സാറേ കാര്യം? ശ്രീനിയുടെ വണ്ടി കാക്കനാട് വെച്ചൊരു ആക്സിഡന്റിൽ പെട്ടു വന്നു. എന്താ ശ്രീനിക്ക് ആക്സിഡന്റ് ആയിരുന്നോ? ഇവന്മാരാ പറഞ്ഞേ. ഇവന്മാരുടെ മോന്ത കണ്ടിട്ട് അത്ര ശരിയല്ലല്ലോ. നിനക്കറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം വരാൻ പറ. എടാ, പടം നിനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു? ആ, കുഴപ്പമില്ലടാ. എടാ മഹേഷേ, എസ്ഐയുടെ വീടിന് മുമ്പിൽ ഈ സമയത്ത് എന്താ പരിപാടി? കറക്റ്റ് സമയത്താ വന്നത്. നിങ്ങളുടെ ശ്രീനിക്ക് കാക്കിനാട് ആക്സിഡന്റ് ആയെന്ന്. ആ, ശ്രീനിക്ക് ആക്സിഡന്റ് ആയെന്നോ? ശ്രീനിക്ക് ആക്സിഡന്റ് ആയേ. ഇത് ആക്സിഡന്റ് അല്ല സാറേ, കൊലപാതകമാണ്. നിങ്ങളൊക്കെ ആരാ? വിളിപ്പേര് പുലിയോര. എന്റെ പേര് രാജ. പുലിയോര രാജ എന്നാ വിളിക്കുന്നേ. ഏയ്, എന്താടാ കൊലപാതകം എന്ന് പറയുന്നത്? അതെ, ഇത് ഉറപ്പായിട്ട് കൊലപാതകം തന്നെയാ. കഴിഞ്ഞ പഞ്ചായത്ത് ഇലക്ഷനിലെ പ്രസിഡന്റിനെതിരായിട്ട് മത്സരിച്ച് ഞങ്ങളുടെ സീനിയർ ആയിരുന്നു സാറേ. അവർ രണ്ടുപേരും തമ്മിൽ കടുത്ത മത്സരമായിരുന്നു. ആ ഒരു പക കൊണ്ടാണ് പ്രസിഡന്റ് ശ്രീനിക്ക് സ്കെച്ച് ഇട്ട്. മോനെ ശ്രീനി, നിന്നെ ഞാൻ വിടില്ലടാ. എന്നെ എതിർത്ത് എനിക്കെതിരെ നീ മത്സരിക്കുമല്ലേ, നിന്നെ ഞാൻ വിടുമെന്ന് തോന്നുന്നുണ്ടോടാ? തീർച്ചയായിട്ടും നിന്റെ കട്ട പുകയാടാ. നോക്ക്, നിന്നെ ഏതോ ലോറി ഇടിച്ച് ചത്തതാന്ന് നാട്ടുകാരെ കൊണ്ട് ഞാൻ വിശ്വസിപ്പിക്കൂടാ. ലോറി, അതാ ലോറി തന്നെ. തീർക്കുപടാ, നിന്നെ ഞാൻ തീർക്കുപടാ. സാർ, ഉറപ്പായിട്ട് ഈ ആക്സിഡന്റ് പ്രസിഡന്റ് ആയിരിക്കും ചെയ്തിരിക്കുന്നത്. ഇപ്പൊ തന്നെ സാക്ഷി ഹാജരാക്കാം. ആക്സിഡന്റ് എങ്ങനെയാണ് നടന്നത്? ലോറി ആക്സിഡന്റ് ചേട്ടാ. കേട്ടില്ലേ സാറേ? ഇനിയും തെളിവാണോ? ഞാൻ ഇപ്പൊ തരാം. നീ ശ്രീനി വിളിച്ചേ, ഫോൺ വിളിക്കടാ. അയ്യോ ചേട്ടാ, ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് സാറ് കണ്ടല്ലോ. ഇനി ആ പ്രസിഡന്റ് ഒന്ന് ഫോൺ വിളിച്ചേ. ആ, ഇത് സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ. കണ്ടില്ലേ സാർ? ഇതിൽ കൂടുതൽ എന്ത് തെളിവ് വേണ്ടത്? അയാൾ തന്നെയാണ് ഈ ആക്സിഡന്റ് നടത്തിയത്. അതെ സാർ. അവരെ വെറുതെ വിടാൻ പാടില്ല സാറേ. പ്രസിഡന്റ് അങ്ങ് തീർത്തേക്കാം. അവിടെ നിൽക്കടാ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന ശ്രീനിയും നിങ്ങൾ പറയുന്ന ശ്രീനിയും ഒന്നാണോ എന്ന് അറിയാൻ വേണ്ടത്. പ്രസിഡന്റ് ആണോ ഈ ആക്സിഡന്റ് നടത്തിയെന്ന് കൺഫേം ആയിട്ട് അറിയണം. അങ്ങനെയാണെങ്കിൽ നിയമപരമായിട്ട് ഞാൻ നടപടി എടുക്കും. ഞാൻ റെഡി ആയിട്ട് വരാം കാക്കനാടേക്ക് പോവാൻ. എന്റെ ഹസ്ബൻഡ് കാക്കനാട്ടിലേക്ക് പോവാ. കാക്കനാട്ടിലേക്ക് എന്റെ ഹസ്ബൻഡ് കാക്കനാട്ടിലേക്ക് പോവാ. ബോബിനെ വെളിവിടുന്നേ, ബോബിനെ വെളിവിടുന്നേ. ഞാൻ ഈ തെറ്റ് ഒരിക്കലും